ഗീവർഗീസ് സഹദായിക്ക് മറ്റ് വിശുദ്ധന്മാരിൽ ഉപരിയായിട്ടുള്ള ഒരു സ്ഥാനം വിശ്വാസികളുടെ ഹൃദയങ്ങളിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സാധാരണ വിശുദ്ധന്മാരും പിതാക്കന്മാരുമായിട്ടുള്ളവരെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ആദ്യത്തെ വിഭാഗം സാർവത്രിക സഭാപിതാക്കന്മാരെന്ന് പറയും, യൂണിവേഴ്സൽ ചർച്ച് ഫാദേഴ്സ്. അത് 5-ാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്ന വിശുദ്ധന്മാരാണ്. 5-ാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്ന വിശുദ്ധന്മാര് എല്ലാ സഭകളുടെയും കോമൺ ആയിട്ടുള്ള പിതാക്കന്മാരാണ്. അവരെ അതുകൊണ്ട് പറയുന്ന പേരാണ് സാർവത്രിക സഭാപിതാക്കന്മാർ. അതിനുശേഷം കൗൺസിൽ ഓഫ് കാൽസിഡോൺ, കൽക്കദോന്യ സുന്നതോസിന് മുമ്പുള്ള നമ്മുടെ ഈ കപ്പദോക്യൻ പിതാക്കന്മാരൊക്കെ പറയുന്നത്, അവരെ പറയുന്നത് അങ്ങനെയാണ്, സാർവത്രിക സഭാപിതാക്കന്മാരെന്ന്. ഫാൻ എടുത്ത് നോക്കാം, ഫാനൊന്ന് എടുത്ത് ഇവിടെ വെക്കാമോ? അതിനുശേഷമുള്ള 5-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള പിതാക്കന്മാര് അത് ഓരോ സഭകളുടെയും വിശുദ്ധന്മാരാണ്. അവരെ നമ്മൾ പ്രാദേശിക സഭാപിതാക്കന്മാരെന്ന് പറയും. പരിമല തിരുമേനിയൊക്കെ ഈ പ്രാദേശിക സഭാപിതാക്കന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാണ്. എന്നാൽ പരിമല തിരുമേനിക്ക് സാർവത്രിക സഭാപിതാക്കന്മാരുടെ തലത്തിലുള്ള ഒരു സാർവലൗകികത ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം പൊതുവിൽ എല്ലാ സഭകളും ആദരിക്കുന്ന, എല്ലാ സഭകളും എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരെയൊക്കെ ഉണ്ടെന്നും എല്ലാ ഓർത്തഡോക്സ് സഭകളും, ലോകത്തുള്ള എല്ലാ ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭയും ഉൾപ്പെടെ ആദരിക്കുന്ന വിശുദ്ധന്മാരും അതിനുശേഷമുള്ള, അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള പ്രാദേശിക സഭാ വിശുദ്ധന്മാരും. ഇപ്പം ഗീവർഗീസ് സഹദ 5-ാം നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്തും 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായിട്ടാണ്. അപ്പോൾ സാർവത്രിക സഭാ പിതാക്കന്മാരുടെ ഗണത്തിൽ, വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെട്ടതാണ്. എന്നാൽ അതിനും ഉപരിയായിട്ടുള്ള ഒരു സ്ഥാനം ഗീവർഗീസ് സഹദായിക്കുണ്ട്. ഈ വിശുദ്ധന്മാരെല്ലാം തന്നെ വിശുദ്ധന്മാരെ മധ്യസ്ഥത തേടുന്ന സഭാവിഭാഗങ്ങളുടെ ചിന്തയിലും മധ്യസ്ഥതയിലുമൊക്കെയുള്ള പിതാക്കന്മാരാണ്. ഗീവർഗീസ് സഹദ അതിനും ഉപരിയായിട്ടൊരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. നമുക്കറിയാം, ഇംഗ്ലണ്ടിൻ്റെ ഔദ്യോഗിക മതം ആംഗ്ലിക്കൻ സഭയാണ്. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതം ആംഗ്ലിക്കൻ സഭയാണ്. ആംഗ്ലിക്കൻ സഭ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണുന്ന CSI സഭ പോലുള്ള സഭ. അത് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് യേശു ഏക മധ്യസ്ഥൻ എന്നാണ്. യേശു ഏക മധ്യസ്ഥൻ. വിശുദ്ധന്മാരാരുമില്ല. വിശുദ്ധന്മാരൊക്കെ നല്ല രീതിയിൽ മൂല്യബോധത്തോടെ ജീവിച്ചവരായിരിക്കാം. പക്ഷേ അവരൊന്നും ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് സ്ഥാനമില്ല. അവർ ജീവിച്ചു, മരിച്ചു. അവർക്ക് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ ന്യായവിധിയുടെ സന്ദർഭത്തിൽ മാന്യമായ ഓഹരി കിട്ടും. അല്ലാതെ അവരങ്ങനെ മധ്യസ്ഥന്മാരെന്നും അവരെ കാണേണ്ട കാര്യമില്ല എന്ന് പഠിപ്പിക്കുന്ന വിഭാഗമാണ് ആംഗ്ലിക്കൻ സഭ, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭ. അപ്പോൾ ഈ സഭ ഔദ്യോഗിക മതമായിട്ടിരിക്കുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെ രാജാവിനെ, ബ്രിട്ടീഷ് രാജാവിനെ നിയമിക്കുന്നത്, ആ സ്ഥാനാരോഹണം നടത്തുന്നത് കാൻറ്റർബറി ആർച്ച് ബിഷപ്പാണ്. ഇപ്രാവശ്യം നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞ മാസമാണ് പുതിയ ആർച്ച് ബിഷപ്പിനെ, കാൻറ്റർബറി ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്ത ഒരു സ്ത്രീയാണ് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്. ആംഗ്ലിക്കൻ സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വെസ്റ്റ്മിനിസ്റ്റർ ആബി ബ്രിട്ടീഷ് രാജാവിൻ്റെയും കത്തീഡ്രലാണ്. അങ്ങനെ രാജ്യവും രാഷ്ട്രത്തിൻ്റെ
രാഷ്ട്രവും മതവും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു സംവിധാനമാണ് ഇംഗ്ലണ്ടിനുള്ളത്. ആ രാജ്യം വിശുദ്ധന്മാരൊന്നും ഇല്ല എന്ന് പഠിപ്പിക്കുന്ന, യേശു ഏകമധ്യസ്ഥൻ എന്ന് പഠിപ്പിക്കുന്ന ഇംഗ്ലണ്ട്, ആ രാജ്യത്തിൻ്റെ പേട്രൺ സെയിൻ്റായിട്ട്, കാവൽ പിതാവായിട്ട് ഔദ്യോഗികമായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഗീവർഗീസ് സഹദായിയാണ്. അതാ ഞാൻ പറഞ്ഞ, അദ്ദേഹത്തിന് സാധാരണ വിശുദ്ധന്മാരിൽ നിന്ന് ഉപരിയായിട്ടുള്ള ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു. ഇംഗ്ലണ്ടിൻ്റെ ഡോക്യുമെൻ്റൊക്കെ നമ്മൾ നോക്കിയാൽ ഗീവർഗീസ് സഹദായിയുടെ മുദ്ര അതിനകത്ത് കാണാം. ക്രിസ്തുവർഷം 280 ഇന്നത്തെ ടർക്കിയിലുള്ള കപ്പദോക്യ അല്ലെങ്കിൽ കപ്പഡോഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗീവർഗീസ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഗറോൻഡിയസ് എന്നായിരുന്നു. ഗറോൻഡിയസ് അദ്ദേഹം ഒരു ആർമി ഓഫീസറായിരുന്നു. വലിയ ധനികനായ മനുഷ്യനായിരുന്നു. ഒരുപാട് സമ്പത്തും ഒക്കെയുള്ള വലിയൊരു ആർമി ഓഫീസറായിരുന്നു ഗറോൻഡിയസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഗീവർഗീസ് സഹദായിയുടെ അമ്മ പോളിക്രോണിയ പാലസ്റ്റീൻകാരിയാണ്. അവർ ടർക്കിക്കാരിയല്ല, അവർ പാലസ്റ്റീൻകാരിയാണ്. പാലസ്റ്റീന് മെഡിറ്ററേനിയൻ സീ കോസ്റ്റിൽ ഇന്നത്തെ ടെല്ലവീവ് അല്ലെങ്കിൽ പഴയ യോപ്പ, വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന യോപ്പ തുറമുഖത്തിനടുത്തായിട്ട് ലിദ്ദ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ലിദ്ദ, ആ ഗ്രാമക്കാരിയാണ് അമ്മ പോളിക്രോണിയ. ഗീവർഗീസ് കപ്പഡോക്യയിൽ തൻ്റെ അപ്പൻ്റെ സ്ഥലത്ത് ജനിച്ചു, കപ്പഡോക്യയിൽ ജനിച്ചു. പക്ഷെ 10 വയസ്സുള്ളപ്പോൾ, ഗീവർഗീസ് സഹദായിക്ക് 10 വയസ്സുള്ളപ്പോൾ ഗറോൻഡിയസ് മരിച്ചുപോയി. അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് അമ്മ മകനെയും കൊണ്ട്, ഗീവർഗീസിനെയും കൊണ്ട് അമ്മയുടെ സ്ഥലമായ പാലസ്റ്റീനിലെ ലിദ്ദയിൽ വന്ന് താമസിച്ചു. ഗീവർഗീസ് പിന്നെ വളർന്നത് അവിടെയാണ്. അത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. എല്ലാം റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും നിർബന്ധിത സൈന്യസേവനം ചെയ്യണമെന്നുള്ള നിയമം ഉണ്ടായതുകൊണ്ട് യുവാവായ 18 വയസ്സ് പൂർത്തീകരിച്ച ഗീവർഗീസ് സൈന്യസേവനത്തിന് മിലിറ്ററിയിൽ ചേർന്നു. മിലിറ്ററിയിൽ ചേർന്ന് കുറച്ച് നാൾ കൊണ്ട് അദ്ദേഹം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഏറ്റവും വിശ്വസ്തനായ ഭടനായി മാറി. അദ്ദേഹത്തിൻ്റെ ജീവിതവിശുദ്ധിയും സത്യസന്ധതയും ജോലിയിലുള്ള കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും ഇതെല്ലാം കൊണ്ട് ഗീവർഗീസ് തൻ്റെ ചക്രവർത്തിയുടെ ഏറ്റവും വിശ്വസ്തനായ ഭടനായിട്ട് മാറി. എന്ന് മാത്രമല്ല, രാജാവ് ഔദ്യോഗികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ നടത്താൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രതിനിധി അയക്കുമ്പോൾ ആ പ്രതിനിധി സംഘത്തെ ലീഡ് ചെയ്യുന്നത് ഗീവർഗീസ് ആയിരുന്നു. നയതന്ത്ര പ്രാധാന്യമുള്ള ഡിപ്ലോമാറ്റിക് കമ്മ്യൂണിക്കേഷൻസ്, ബയലാട്രൽ റിലേഷൻസ്, അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ അയക്കുമ്പോൾ അതിന് പ്രതിനിധിയായിട്ട്, രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് അയക്കുന്നത് ഗീവർഗീസിനെയായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇംഗ്ലണ്ടിലായിരിക്കുമ്പോഴാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പ്രതിനിധിയായി അദ്ദേഹം ഇംഗ്ലണ്ടിലായിരിക്കുമ്പോഴാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിൽ ആകമാനം ക്രിസ്തുമതം നിരോധിച്ചുകൊണ്ടുള്ള കൽപ്പന ഇറക്കിയത്. ഓരോ റോമാ സാമ്രാജ്യം വിശാലമാണ്, പല രാജ്യങ്ങൾ ചേർന്ന വിശാലമായ സ്ഥലമാണ്. അപ്പോൾ അവിടെയെല്ലാം അവരവരുടേതായ ദൈവവിശ്വാസങ്ങളുണ്ട്. പല ദൈവവിശ്വാസങ്ങളും പല ആചാരാനുഷ്ഠാനങ്ങളുമാകുമ്പോൾ രാജാവിനൊരു ഭയം. അവരൊക്കെ ഈ ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ ഒന്നിച്ചുകൂടി റോമാ സാമ്രാജ്യത്തിനെതിരെ ശക്തി
പരീക്ഷണം നടത്തുമോ? അതുകൊണ്ട് റോമാ സാമ്രാജ്യത്തിലെല്ലാം കൂടെ ഒരു മതം മതി എന്ന് തീരുമാനിച്ചു. ഒരു മതം, അത് രാജാവ് നിയന്ത്രിക്കുന്ന മതം, ഒരൊറ്റ മതം, രാജാവ് നിയന്ത്രിക്കുന്ന മതത്തിനുള്ളിൽ. അങ്ങനെ ഇന്നും ചിന്തിക്കുന്നവരുണ്ടല്ലോ. ഭാരതം എന്ന് ഭയപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം അതാണല്ലോ. ഭാരതത്തിന് ഒരു മതം മതി, ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ ആ മതം സ്വീകരിക്കണം. അങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന മനുഷ്യര്, നേതാക്കന്മാരിന്ന് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ചിന്തിച്ച ആളാണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തി. ഡയോക്ലീഷ്യൻ ചക്രവർത്തി അങ്ങനെ റോമാ സാമ്രാജ്യത്തിലെ ഓരോ ദേശത്തുമുള്ള വിവിധ മതവിശ്വാസികൾ അവരുടെ മതങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈ ഒരൊറ്റ വിശ്വാസം, രാജാവിൻ്റെ പറയുന്ന ആ ആരാധന, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്തുമതം നിരോധിച്ചു. ക്രിസ്തുമതം നിരോധിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗീവർഗീസ് ഇംഗ്ലണ്ടിൽ നിന്നും തിരികെ വന്ന് രാജാവിൻ്റെ മുഖത്തു നോക്കി രാജാവ് ചെയ്തത് തെറ്റാണെന്നും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനുള്ള മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനുള്ള മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു നിയമവും പാടില്ല എന്നും അതിനെതിരെ ശക്തമായിട്ട് ഗീവർഗീസ് രാജാവിൻ്റെ അടുക്കൽ പറഞ്ഞു. അങ്ങനെ രാജീവൻ്റെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ അപ്രീതിക്ക് കാരണമായി തീരുകയും വലിയ ക്രൂര പീഡനങ്ങൾ സഹിക്കേണ്ടി വരികയും ക്രിസ്തുവർഷം 303 രക്തസാക്ഷി മരണം പ്രാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്ഥലമായ ലിദ്ദയിൽ അദ്ദേഹത്തെ കബറടക്കി. അവിടെ 4-ാം നൂറ്റാണ്ടിൽ തന്നെ, അദ്ദേഹം മരിച്ച 4-ാം നൂറ്റാണ്ടിൽ തന്നെ, അതിനുശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി രാജാവായി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഹെലനി രാജ്ഞി യെരുശലേമിൽ വന്ന് കർത്താവിൻ്റെ കുരിശ് കണ്ടെടുക്കുകയൊക്കെ ചെയ്ത കഥ നമ്മൾ അറിയാമല്ലോ. അങ്ങനെ റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതം ഔദ്യോഗിക മതമായി മാറി. ക്രിസ്തുമതം ഔദ്യോഗിക മതമായി മാറുകയും ചരിത്ര പ്രാധാന്യമുള്ള, പ്രത്യേകിച്ചും യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ ഉണ്ടാകുകയും ചെയ്ത സന്ദർഭത്തിൽ അന്ന് സമൂഹം വിശുദ്ധനെന്ന് കരുതിയിരുന്ന ഗീവർഗീസ് സഹദായുടെ ഖബർ നിന്ന സ്ഥലത്ത്, അദ്ദേഹം ജീവിച്ചിരുന്ന അതേ നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ട അതേ നൂറ്റാണ്ടിൽ, 4-ാം നൂറ്റാണ്ടിൽ അവിടെ ദേവാലയമുണ്ടായി. അത് പക്ഷേ ആ ഖബർ നിന്ന സ്ഥലത്ത് ദേവാലയം ഉണ്ടായെങ്കിലും 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക് ഇൻവേഷൻ്റെ സമയത്ത്, 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക് ഇൻവേഷൻ നടന്ന സന്ദർഭത്തിൽ ആ ദേവാലയം തകർക്കപ്പെടുകയും അവിടെ മുസ്ലിം മോസ്ക് ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് 12-ാം നൂറ്റാണ്ടിൽ കുരിശ് യുദ്ധങ്ങളുടെ സമയത്ത്, 12-ാം നൂറ്റാണ്ടിൽ കുരിശ് യുദ്ധങ്ങളുടെ സമയത്ത് ആ ദേവാലയം അവിടെ പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇന്ന് നിങ്ങൾ പാലസ്തീനിൽ ലിദ്ദ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോയാൽ ഗീവർഗീസ് സഹദായുടെ ഖബർ നിന്ന സ്ഥലത്ത് ദേവാലയം അവിടെയുണ്ട്. നിങ്ങളുടെ വടശ്ശേരിക്കര മർത്തമറിയം പള്ളിയുടെ അത്രയും വലിപ്പം അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെ ചെറുതാണ്, കൊച്ചു ദേവാലയമാണ്. അതിൻ്റെ ഫ്രണ്ട് ഡോർ നിങ്ങൾ കയറി വരുമ്പോൾ താഴെ ബേസ്മെൻറ്റിലേക്ക് പോകാൻ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ ബേസ്മെൻറ്റിൽ ഗീവർഗീസ് സഹദായുടെ ഖബർ അവിടെയുണ്ട്. ഇന്ന് പോയാലും നമുക്ക് കാണാം, പ്രാർത്ഥിക്കാം. ഗീവർഗീസ് സഹദായുടെ ഖബർ അവിടെ ചരിത്ര സത്യമായി അവിടെ നിൽക്കുന്നു. അതിനോട് ചേർന്ന് അടുത്ത ഭിത്തി മുസ്ലിം മോസ്കാണ്. വടക്കേ വശത്തെ സൈഡിലൂടെ നമുക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല. പുറത്തിറങ്ങി വരുമ്പോൾ അതിലെ കൂടെ മോസ്കിനകത്തോട്ടാണ് കയറുന്നത്. പക്ഷേ ഗ്രീക്ക് പാരമ്പര്യത്തിൽപ്പെട്ട ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ അധീനതയിൽ
ഗീവർഗീസ് സഹദായുടെ ഖബർ നിന്ന സ്ഥലത്ത് ഇന്ന് ദേവാലയമുണ്ട്. ഞാൻ ആ ദേവാലയത്തിൽ പോയിട്ടുണ്ട്. ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങളിൽപ്പെട്ട അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു കാര്യമായി ഞാൻ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഗീവർഗീസ് സഹദായുമായി ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിലുള്ള ചിത്രം ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും അല്ലേ? ഗീവർഗീസ് സഹദായുടെ ചിത്രം ഒരു കുതിരയുടെ മുകളിൽ ഒരു കുന്തമൊക്കെ പിടിച്ച് ഒരു പാമ്പിനെ കൊല്ലുന്ന, ഒരു വലിയ ജീവിയെ കൊല്ലുന്ന ചിത്രമാണ്. അതാണ് ഗീവർഗീസ് സഹദായുമായി ബന്ധപ്പെട്ട് ഉള്ള ചിത്രം. അതിങ്ങനെ ചുമ്മാ അത് ഐതിഹ്യമാണ് എന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട്. അതിൽ ചരിത്രമൊന്നുമില്ല, അത് ഒരു മിത്താണ് എന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ മിത്തൊന്നും അല്ലാതെ അതൊരു യാഥാർത്ഥ്യമായിട്ട് നടന്ന ചരിത്ര സംഭവമാണ്. ആ സംഭവം നടന്നത് ഇന്നത്തെ ലിബിയ എന്ന് പറയുന്ന രാജ്യത്താണ്. ലിബിയ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾക്കറിയാമല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. ലിബിയ എന്ന് പറയുന്ന രാജ്യത്താണ് ആ സംഭവം നടന്നത്. ലിബിയൊക്കെ അന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. ലിബിയ എന്ന രാജ്യത്ത് ഒരു വലിയ തടാകത്തിൽ ഒരു വലിയ ജീവി വന്നു വിട്ടു. വലിയ ജീവി എന്ന് പറഞ്ഞാൽ ക്രൊക്കഡൈൽ നിങ്ങൾക്കറിയാമല്ലോ, ചീങ്കണ്ണി മുതല അല്ലേ? അങ്ങനെ ഒരു ജീവി വന്നു വിട്ടു. ക്രൊക്കഡൈലാണോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം അതിന് സമാനമായ ഒരു ജീവിയാണ്. ഇന്നിപ്പം ഒരുപാട് വലിയ ജീവികളൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ടല്ലോ. ഡയനോസർ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു കാലത്തുണ്ടായിരുന്ന വലിയ ജീവികളാണെങ്കിൽ അതൊന്നും ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നില്ലല്ലോ. അപ്പം ഈ ക്രൊക്കഡൈൽ പോലുള്ള ഈ ചീങ്കണ്ണി പോലുള്ള ഒരു ജീവി അല്ലെങ്കിൽ ചീങ്കണ്ണി ഇതേപോലെ ഈ ലേക്കിൽ ഈ തടാകത്തിൽ വന്നുപെട്ടു. അവിടെയുള്ള മനുഷ്യരാരും ഇങ്ങനെ ഒരു ജീവിയെ ഇത്രയും ഭീമാകാരമായ ഒരു ജീവിയെ അവർ കണ്ടിട്ടില്ല. ഈ ജീവി അതിന് വിശക്കുമ്പം ആ തടാകത്തിൽ നിന്ന് കരയ്ക്ക് കയറി ആദ്യം കാണുന്നതിനെ പിടിച്ചു തിന്നും. ആദ്യം കാണുന്ന അതിനെ അത് മനുഷ്യനായാലും മൃഗമായാലും എന്തായാലും അത് ആദ്യം കാണുന്നതിനെ പിടിച്ചു തിന്നും. അതവിടെ അലഞ്ഞു നടന്ന് ആദ്യം കിട്ടുന്നതിനെ ഓടിച്ചിട്ട് പിടിച്ച് അത് വിഴുങ്ങും. അപ്പോൾ നിങ്ങൾ ഈ ചീങ്കണ്ണി ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ ഈ വനപ്രദേശത്തൊക്കെ ചിലപ്പോൾ കടുവയും പുലിയൊക്കെ ഇറങ്ങുന്നുണ്ടായിരിക്കും. ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ലയോ? ഇവിടെ ഇല്ല. കടുവയും പുലിയൊക്കെ ആടിനെയൊക്കെ പിടിച്ചിട്ട് എങ്ങനെ അത് കടിച്ചു പറിച്ച് തിന്നാ അല്ലേ? കുറച്ച് കടിച്ചു പറിച്ച് അത് തിന്നുന്നേ. ചീങ്കണ്ണി മനുഷ്യനെ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെയല്ല. ചീങ്കണ്ണിയുടെ ഫാമിലിയിൽപ്പെട്ടതാണ് പല്ലിയില്ലേ? പല്ലി പ്രാണിയെ വിഴുങ്ങുന്ന കണ്ടിട്ടുണ്ടോ? എങ്ങനെ? പ്രാണിയുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് അത് പല്ലി വാ പൊളക്കും, പ്രാണി അകത്താവും അല്ലേ? ഒരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പല്ലി അകത്താവും. അങ്ങനെയാണ് ചീങ്കണ്ണിയും. യൂട്യൂബ് നോക്കിയാൽ കിട്ടും നിങ്ങൾക്കത്, ചീങ്കണ്ണി വിഴുങ്ങുന്നത് അല്ലേ? മനുഷ്യനും മൃഗവും എല്ലാ സാധനവും ജസ്റ്റ് സോളോ, അത്രേ ഉള്ളൂ. അങ്ങ് അകത്ത് പോയിക്കോളൂ. ഒറ്റ വാ തുറന്ന് അടച്ചാൽ മതി, അതകത്ത് പോയിക്കോളൂ. അതാണ്. അപ്പം ഈ ജീവി പുറത്ത് കയറി വന്ന് ഇതിനെ പിടിച്ചു തിന്നും. മനുഷ്യനെയോ അന്നേരം കാണുന്നതിനെ പിടിച്ചത് വിഴുങ്ങും. അന്നത്തെ മനുഷ്യരിങ്ങനെ ഒരു ജീവിയെ കണ്ടിട്ടില്ല. അവർക്ക് ഭയമായി. അവർ വിചാരിച്ചു ഇത് ദൈവകോപമാണെന്ന് കരുതി. ഇത് ദൈവം തങ്ങളോട് കോപിച്ചിട്ട്, അവരുടെ ദൈവം അവരോട് കോപിച്ചിട്ട് ശിക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന പിശാചിന്റെ പ്രതിനിധിയാണെന്ന് കരുതി. അതുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. അതുകൊണ്ട് ഓരോ ആഴ്ചയിലും ഓരോ മനുഷ്യനെ നറുക്കിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദൈവത്തെ പ്രീതിപ്പെട്ട് ദൈവം ഈ ജീവിയെ തിരിച്ചു വിളിക്കുക. ദൈവത്തെ പ്രീതിപ്പെടുത്തി കുറച്ച് കഴിയുമ്പം, ദൈവം പ്രീതിപ്പെട്ട് കഴിയുമ്പം ദൈവം ഈ ജീവിയെ തിരിച്ചു വിളിക്കുള്ളൂ.
അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോന്നിനെ കൊടുക്കാൻ അങ്ങനെ നറുക്ക് വീണതാണ് രാജാവിൻ്റെ മകൾക്ക്, രാജകുമാരിക്ക്. രാജകുമാരി എല്ലാ ആടയാഭരണങ്ങളും അണിഞ്ഞ് ഈ ജീവിക്ക് ഭക്ഷണമായി മാറാൻ ആ തടാകത്തിൻ്റെ കരയിൽ വന്നു നിന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഗീവർഗീസ് സഹദാ അതുവഴി വന്നു. ഗീവർഗീസ് സഹദാ ശ്രദ്ധിച്ചപ്പോൾ രാജകുമാരി എല്ലാ മനോഹരമായ വേഷവിധാനങ്ങളോടുകൂടി നല്ല രീതിയിൽ വേഷം ധരിച്ച്, സന്തോഷത്തിൻ്റെ വേഷം ധരിച്ച്, പക്ഷേ ദുഃഖത്തിൻ്റെ ദുഃഖഭാവത്തിൽ കണ്ണുനീര് ഒലിപ്പിച്ച് വേദനയോടെ നിൽക്കുന്നു. സന്തോഷത്തിൻ്റെ വേഷവും ദുഃഖഭാവത്തിലും നിൽക്കുന്ന കണ്ടപ്പോൾ ഗീവർഗീസ് സഹദാ രാജകുമാരിയോട് ചോദിച്ചു, മോളെന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ കഥ പറഞ്ഞു, ഇവിടെ നിൽക്കരുത്, പെട്ടെന്ന് പൊയ്ക്കോ, ഈ ജീവി ഇപ്പം കയറി വരും, എന്നെ പിടിച്ച് തിന്നതിൻ്റെ കൂടെ അങ്ങേയും പിടിച്ച് തിന്നും, ഇതാണെന്ന് പറഞ്ഞു. ഗീവർഗീസ് അവിടെ വെയിറ്റ് ചെയ്തു. മനുഷ്യൻ്റെ ഗന്ധം, മാംസത്തിൻ്റെ ഗന്ധം ജീവി മണത്തപ്പോൾ അത് തടാകത്തിൽ നിന്ന് കയറി വന്നു. ഗീവർഗീസ് സഹദാ അതിനെ കൊന്നൊടുക്കി. അത് ചരിത്ര സംഭവമാണ്. ആ സംഭവം ക്രിസ്തുവർഷം 303 നടന്നതാണ്. ആ സംഭവത്തെ പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം, 9 നൂറ്റാണ്ടുകൾക്ക് ശേഷം കുരിശുയുദ്ധങ്ങളുടെ സമയത്ത് 12-ാം നൂറ്റാണ്ടിൽ കുരിശുയുദ്ധങ്ങളുടെ സമയത്ത് അന്നത്തെ സഭയിലെ യുവാക്കന്മാരെ വിശ്വാസ തീഷ്ണതയിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി വിശ്വാസവീരനായ ഒരു ഐക്കണോഗ്രാഫർ യുവാവായ ഗീവർഗീസിൻ്റെ വിശ്വാസ തീഷ്ണതയും ധൈര്യവും അന്നത്തെ യുവാക്കന്മാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഗീവർഗീസിൻ്റെ ചരിത്രം ചിത്രമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 9 നൂറ്റാണ്ടുകൾക്ക് ശേഷം കുരിശുയുദ്ധങ്ങളുടെ സമയത്ത് ഗ്രീക്ക് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഉണ്ടായ ഐക്കണാണ് നമ്മൾ ഈ കാണുന്ന ഐക്കൺ എന്ന് പറയുന്നത്. കുതിരയുടെ മുകളിൽ ഇരിക്കുന്ന കുന്തം കൊണ്ട് ഈ വലിയ ജീവിയെ കൊന്നൊടുക്കുന്ന വിശ്വാസ തീഷ്ണതയുള്ള ഗീവർഗീസ് എങ്ങനെ തൻ്റെ വിശ്വാസ സ്ഥിരത കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് അന്നത്തെ യുവാക്കന്മാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടായ ഐക്കണാണ്. അദ്ദേഹം ആ ചിത്രം വരച്ചപ്പോൾ വെളിപാട് പുസ്തകം 6-ാം അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹായ്ക്കുണ്ടാക്കുന്ന ഒരു വെളിപാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗത്ത് ഒരു വലിയ ജീവിയെയും ആ ജീവിയോട് പോരാടുന്ന വെള്ളക്കുതിരമേൽ വിജയശ്രീ ലാളിതനായി ജയിക്കാനും ജയത്തിനുമായി വന്നിരിക്കുന്ന, വില്ലും പിടിച്ച് വെള്ളക്കുതിരമേലിരിക്കുന്ന ഒരു യുവാവിൻ്റെ ചിത്രം യോഹന്നാൻ ശ്ലീഹ വെളിപാട് പുസ്തകത്തിൽ തനിക്ക് കണ്ട ദർശനം വെളിപാട് പുസ്തകം 6-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വെളിപാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കണ്ട ആ സംഭവത്തെയും ഗീവർഗീസ് സഹദായുടെ ഈ ചരിത്ര സംഭവത്തെയും കൂടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കുരിശുയുദ്ധങ്ങളുടെ സമയത്ത് 12-ാം നൂറ്റാണ്ടിൽ ഒരു ഭക്തനായ ഐക്കണോഗ്രാഫർ, ചിത്രകാരൻ വരച്ചതാണ് ഈ ചിത്രം. അതുകൊണ്ടാണ് അതിൻ്റെ പാമ്പിൻ്റെ ഉടല്, ആ ജീവിയുടെ ഉടല് സത്യത്തിൽ പാമ്പിൻ്റെത് പോലല്ലെന്ന് നമുക്കറിയാമല്ലോ അല്ലേ? പക്ഷേ അതിൻ്റെ തല പാമ്പിൻ്റെതാണ്. അതിൻ്റെ കാരണം വേദപുസ്തകത്തിൽ പിശാചിൻ്റെ പ്രതീകമാണ് പാമ്പ്. സഭയെ ഉപദ്രവിക്കുന്ന, സഭയെ ദ്രോഹിക്കുന്ന പൈശാചിക ശക്തികളെ കൊന്നൊടുക്കുന്ന യുവാക്കന്മാരെ, പൈശാചിക ശക്തികളെ നശിപ്പിച്ച് സഭയുടെ വിശ്വാസവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുവാനുള്ള ആ താല്പര്യത്തെ ഐക്കണോഗ്രാഫർ വരച്ചപ്പോൾ ആ ജീവിയുടെ തല പിശാചിൻ്റെ പ്രതീകമായ പാമ്പിൻ്റെ തലയായി. അങ്ങനെ ഗീവർഗീസ് സഹദായുടെ ചരിത്രത്തെ
പിൽക്കാലത്ത് വരച്ചതാണ് ഈ ചിത്രം എന്ന് പറയുന്നത്. അത് യുവാക്കന്മാർക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശമായിരുന്നു. എന്താണ്? സഭയെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ സഭയുടെ സത്യവിശ്വാസത്തിന് എതിരായി നിൽക്കുന്നതിനെ നശിപ്പിച്ച്, സത്യവിശ്വാസത്തിനെതിരായി നിൽക്കുന്നവരെ നശിപ്പിച്ച് സത്യവിശ്വാസം മുറുകെ പിടിച്ച് സഭയെ സംരക്ഷിക്കുക എന്നുള്ളത്, സഭയെ സംരക്ഷിക്കുക എന്നുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഗീവർഗീസ് സഹോദരയുടെ ചിത്രം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, സത്യവിശ്വാസം മുറുകെ പിടിക്കുകയും ധൈര്യത്തോടു കൂടി ജീവിതത്തിൻ്റെ തനിക്ക് കെട്ടാവുന്ന എല്ലാ ലൗകിക നേട്ടങ്ങളും, ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ സമയത്ത് റോമാ സാമ്രാജ്യത്തിൽ ഏത് പദവിയും ഏത് പൊസിഷനും സമ്പത്തും ആർജിച്ചെടുക്കാൻ തക്കവണ്ണം സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ, അതിനേക്കാളൊക്കെ ഉപരി സത്യവും നീതിയും വിശ്വാസവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണെന്ന് പഠിപ്പിച്ച വിശ്വാസധീരനായ മനുഷ്യനാണ്, യുവാവാണ് ഗീവർഗീസ് സഹദ. അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ തനിക്ക് റോമാ സാമ്രാജ്യത്തിലെ ഏത് പൊസിഷനും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ അടുത്തുള്ള ഏത് പദവിയും തനിക്ക് ലഭ്യമാകുമെന്നിരിക്കെ അതെല്ലാം വേണ്ടെന്ന് വെച്ച് സത്യവും നീതിയും വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷി മരണം പ്രാപിച്ച വിശുദ്ധനായ മനുഷ്യൻ. അങ്ങനെ ഒരു പട്ടാളക്കാരൻ സഭയുടെ ശ്രേണിയിൽ വിശുദ്ധന്മാരുടെ ഗണത്തിൽ വന്ന് ഇന്ന് നാം മധ്യസ്ഥത തേടുന്ന വലിയ വിശുദ്ധനായി, ലോകമൊക്കെയുടെയും വലിയ വിശുദ്ധനായി മാറി എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായ ഒരു ജീവിതമായിരുന്നു എന്നുള്ളത് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അതാണ് ഗീവർഗീസ് സഹദയുടെ ജീവിതം നമുക്ക് നൽകുന്ന ദർശനവും പാഠവും. ആ ദർശനവും ആ ബോധ്യവും നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുവാനും സത്യവും നീതിയും സത്യവിശ്വാസവും കാത്തു സൂക്ഷിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ ഗീവർഗീസ് സഹദ പഠിപ്പിച്ച ആ ദർശനം നമ്മുടെ ജീവിതത്തിന് പാഠമായി മാറുമ്പോഴാണ് അതാണ് ഏറ്റവും വലിയ മധ്യസ്ഥത എന്ന് പറയുന്നത്. നമ്മൾ ആഘോഷമായിട്ട് ചെണ്ടമേളവും കാര്യങ്ങളും എല്ലാം റാസ നടത്തുന്നതിനേക്കാളൊക്കെ അപ്പുറം, അല്ലെങ്കിൽ വലിയ ആഘോഷങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനപ്പുറമായിട്ട് ഗീവർഗീസ് സഹദ നൽകിയ ആ ദർശനം ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അതാണ് ആ വിശുദ്ധൻ്റെ മധ്യസ്ഥത ലഭിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മധ്യസ്ഥത എന്നുള്ളത് നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. ആ ഒരു ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിന് കൈവരുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.